എനിക്ക് വലിയ മൂടൊന്നുമില്ല, എങ്കിലും താൻ കുറച്ച് നേരം വീഡിയോ എടുത്തോ, കുഴപ്പമില്ല എന്ന മട്ടിലാണ് ആശാൻ. ഹലോ, രാഹുൽ ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോർഡിൽ കണ്ട പോലെ ഗോൾഡൻ ഫിഷ് അക്വേറിയം ആൻഡ് ബേർഡ്സ് എന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എൻ്റെ വളരെ അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അവൻ തന്നെ ഡിസൈൻ ചെയ്ത അവൻ്റെ ഷോപ്പിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇവിടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, ഒരുപാട് വെറൈറ്റികൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇത്തരം വെറൈറ്റികളുടെ മൊത്തം ഒരു അനുഭവം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല കേട്ടോ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതും വലിയൊരു ഷോപ്പ് അവൻ ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേക്കും അത് കാണാനുള്ള ഒരു വരവാണ്. ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് കൂടാം. ഓരോരാളുടെയും പേര് പറയാൻ എനിക്കറിയില്ല. ഒരാൾക്ക് മത്സ്യം തന്നെ ഭക്ഷണമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പരാക്രമമായി നടക്കുന്നത്. കണ്ടില്ലേ, ഓടി നടന്ന് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലാസ്റ്റിൽ പിടികിട്ടി. ഒന്നും കൂടെ അത് കയ്യിൽ നിന്നങ്ങ് ഇളകിപ്പോയി. പക്ഷേ എങ്കിലും ആശാൻ അത് വീണ്ടും അതിനെ പിടിച്ച് കഴിക്കാനുള്ള പരിശ്രമത്തിലാണ്. മൊത്തം വിഴുങ്ങി. ഒരു ചെറിയ മത്സ്യം അങ്ങനെ തന്നെ കഴിച്ചു. ഫുഡായി. ഇതൊക്കെ അക്വേറിയം സെറ്റ് ചെയ്യേണ്ട പലതരത്തിലുള്ള പല വെറൈറ്റി കളറുകളിലുള്ള കല്ലുകളാണ്. ഇത് മൊത്തം അത്തരത്തിലുള്ള ഒരുപാട് കളറുകളിലുള്ള കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കളറുകളിലുള്ള കല്ലുകളാണ് നിറച്ചും. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ഫൈറ്റർ ഫിഷുകളാണ്. ഇവയൊക്കെ ഒറ്റക്കൊറ്റൊക്കെ ഇടാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ചോദിച്ചപ്പം. അപ്പം അങ്ങനെയുള്ള പല കളറുകളിലും പല വെറൈറ്റികളിലുള്ള ഒരുപാട് ഫൈറ്റർ ഫിഷുകളെ കണ്ടു. ഒരുപാട് വെറൈറ്റി ഉള്ള കൂടുകളും അതുപോലെ തന്നെ അക്വേറിയത്തിന് ആവശ്യമായ ഒരുപാട് ആക്സസറീസുകൾ, അതായത് ഫിൽറ്ററുകൾ, ലൈറ്റുകൾ, അങ്ങനെ എന്ത് രീതിയിലുള്ള ആവശ്യമുള്ള ആക്സസറീസുകളും ഒരു വലിയൊരു ശേഖരം തന്നെ അവിടെ കാണാൻ പറ്റി.
പല വെറൈറ്റികളിലുള്ള പ്രാവുകളുണ്ട്. വ്യത്യസ്തമായ പല കളറുകളിലും പല രൂപത്തിലുമുള്ള ഒരുപാട് പ്രാവുകളെ കണ്ടു. അതുപോലെ തന്നെ ഞാനിതിൽ ഷൂട്ട് ചെയ്യാതിരുന്ന ഒരുപാട് ആഫ്രിക്കൻ ബേർഡ്സ് ഉണ്ട്, അതുപോലെ ഫിഞ്ചസുകളുണ്ട്. അങ്ങനെ അതിലും വേറെ പല രീതിയിലുള്ള ബേർഡ്സിനെയും എനിക്ക് അവിടെ കാണാൻ പറ്റി. നല്ല ഭംഗിയുള്ള ഒരുപാട് ബേർഡ്സുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ അതിനോടൊപ്പം ഹാൻഡ് ഫീഡ് ബേർഡ്സും ഉണ്ടായിരുന്നു. പക്ഷികളെയും മൃഗങ്ങളെയും അക്വേറിയമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരുപാട് ചെടികളാണ്. ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളുമായിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ള മൊത്തം ചെടികളുടെ ഒരു ലോകത്തേക്കാണ്. അത് കണ്ടു നോക്കാം.
വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയി വീണ്ടും നമുക്ക് രാഹുൽ ആർട്സിലെ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും രാഹുൽ ആർട്സ് സൈനിങ് ഓഫ്. താങ്ക് യു. ബൈ ബൈ.